നമസ്കാരം. സാമ്പത്തികമായി തകർന്ന തരിപ്പണമായാലും ഭക്ഷ്യദൗർലഭ്യം മൂലം ജനം പ്രതിസന്ധിയിലായാലും പാകിസ്ഥാന് താല്പര്യം തീവ്രവാദത്തോട് തന്നെയാണ്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ദൗത്യത്തിൽ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കുന്നുവെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ആക്രമണത്തിൽ ഇന്ത്യ നശിപ്പിച്ച തീവ്രവാദ ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളും പാകിസ്ഥാൻ പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു എന്നാണ് വിവരം. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെയും സർക്കാരിന്റെയും പൂർണ്ണ പിന്തുണയോടെ പാക് അധിനിവേശ കശ്മീരിലും സമീപ പ്രദേശങ്ങളിലും ഭീകര കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നുവെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. നിരീക്ഷണത്തിൽ നിന്നും ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി നിയന്ത്രണ രേഖയിലെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ ചെറുതും ഹൈടെക് രീതിയിലുള്ള ഭീകര കേന്ദ്രങ്ങളുടെ ഒരു നിര തന്നെയാണ് പാകിസ്ഥാൻ നിർമ്മിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം ഭീകര കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നശിപ്പിച്ചതിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കം പാകിസ്ഥാൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ലുണി, പുത്വാൾ, ടിപ്പു പോസ്റ്റ്, ജാമിൽ പോസ്റ്റ്, ഉമ്രാൻ വാലി, ചപ്രാർ ഫോർവേഡ്, ചോട്ടാ ചാക്, ജംഗ്ലോറ തുടങ്ങിയ പ്രദേശങ്ങളിൽ മുമ്പ് നശിപ്പിക്കപ്പെട്ട ക്യാമ്പുകൾ പുനർനിർമ്മിക്കുന്നവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ തെർമൽ റഡാർ, സാറ്റലൈറ്റ് സിഗ്നേച്ചറുകൾ മറയ്ക്കുന്നതിനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ ഇപ്പോൾ പുനർനിർമ്മിക്കുന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത്. കെൽ, സർദി, ദുത്നിയാൽ, അത്മുഖം, ജുറ, ലിപ്പ, പച്ചിബാൻ, കഹൂത്ത, കോട്ട്ലി, ഖൊയ്രേറ്റ, മന്ദർ, നിഖൈൽ, ചാമൻകോട്ട്, ജാൻകോട്ട് എന്നിവിടങ്ങളിലും പുതിയ ഭീകര കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ദുർഘടമായ ഭൂപ്രകൃതിയും ഇടതൂർന്ന സസ്യജാലങ്ങളുള്ള പ്രദേശമാണ് ഇവിടെ. ഇത് ഒരു പരിധിവരെ ഡ്രോണുകളിൽ നിന്നും ഉപഗ്രഹ നിരീക്ഷണത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് വിവരം. വലിയ പരിശീലന ക്യാമ്പുകളെ ചെറിയ സംഘങ്ങളാക്കി വിഭജിച്ചുകൊണ്ടാണ് ISI തങ്ങളുടെ തീവ്രവാദ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ഈ പ്രദേശത്തെയും പ്രവർത്തനം. ഓരോന്നിലും ഒരേ സമയം 200-ൽ താഴെ തീവ്രവാദികളെ മാത്രമാണ് പാർപ്പിക്കുക. ഇന്ത്യൻ വ്യോമാക്രമണം ഉണ്ടായാൽ ഒരു സ്ഥലത്ത് വലിയ തോതിൽ തീവ്രവാദികൾ തമ്പടിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ മിനി ക്യാമ്പുകളിൽ ഓരോന്നിനും പ്രത്യേക സുരക്ഷയുണ്ട്. പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ച ഗാർഡുകളാണ് ഇത് കൈകാര്യം ചെയ്യുക. തെർമൽ സെൻസറുകൾ, ലോ ഫ്രീക്വൻസി റഡാർ സംവിധാനങ്ങൾ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ ബഹാവൽപൂരിൽ ജെയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ മുജാഹിദീൻ, TRF എന്നിവരുടെ മുതിർന്ന കമാൻഡർമാരും ISI ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് നടക്കാൻ ഇടയാകുമായിരുന്ന ഒരു ഉന്നതതല യോഗം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തടഞ്ഞിരുന്നു. ആശയവിനിമയ സംവിധാനങ്ങൾ നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ നീക്കം തടഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു തെക്കൻ പഞ്ചാബിലെ ബഹവൽപൂർ. മസൂദ് അസർ നയിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായിട്ടാണ് ഈ നഗരം വ്യാപകമായി അറിയപ്പെടുന്നത്. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി തീവ്രവാദി ആക്രമണങ്ങളുടെ പിന്നിൽ ഈ തീവ്രവാദ സംഘടനയായിരുന്നു. അതേസമയം ബഹവൽപൂരിലെ രക്തസാക്ഷികൾ എന്ന പേരിൽ ബാനറുകളും പോസ്റ്ററുകളും പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിൽ സ്ഥാപിച്ചതായിട്ടുള്ള ചിത്രങ്ങളും NDTV പുറത്തുവിട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരർക്കുള്ള അനുശോചന പരിപാടി ഇവിടെ നടത്തിയതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ പുറത്തു വന്ന തെളിവുകളിലുണ്ട്. അതിലൊന്നിൽ തോക്കുകൾ പിടിച്ചുകൊണ്ട് മുഖംമൂടി ധരിച്ച ചില പുരുഷന്മാർ വലിയ കൂടാരങ്ങൾക്ക് പുറത്തു നിന്നുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും പാകിസ്ഥാന് ലഭിക്കുന്ന അന്താരാഷ്ട്ര ധനസഹായത്തിന്റെ ഒരു ഭാഗം ഈ ഭീകര ക്യാമ്പുകളുടെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നുവെന്നാണ് സൂചന. എത്ര ദുരിതമായാലും പട്ടിണിയായാലും തീവ്രവാദം വളർത്തിയെടുക്കാനുള്ള പാകിസ്ഥാന്റെ കൃത്യമായ അജണ്ടയാണ് ഈ ഒരു തെളിവുകൾ പുറത്തു വന്നതിലൂടെ തെളിയുന്നത്. നേരത്തെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിനോട് പാകിസ്ഥാന് നൽകിവരുന്ന ധനസഹായം നിർത്തലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ട് ADB പാകിസ്ഥാന് 80 കോടി ധനസഹായം നൽകിയിരുന്നു. ഇപ്പോൾ ഈ തെളിവുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇന്ത്യ പറഞ്ഞ വാദങ്ങൾ ഒന്നുകൂടി ശക്തമായി അടിവരയിടുകയാണ്.